ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അരിത്മാറ്റിക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വെച്ച് തുടങ്ങാം. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു വേരിയബിളിൻ്റെ അകത്ത് വാല്യൂ സെറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എ എന്ന് പറയുന്നൊരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈക്വൽ ടു സൈൻ യൂസ് ചെയ്യാണ്. അപ്പോൾ ഈ ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പിളാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇവിടെ ഞാൻ എൻ്റെ ഒരു വാല്യൂ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത്? ഒരു വേരിയബിളിൻ്റെ അകത്ത് 10 എന്ന് പറയുന്ന വാല്യൂ സെറ്റായി. ഓക്കെ, ഇതാണ് നമ്മുടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ യൂസ്. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ആണെങ്കിലും ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈക്വൽ ടു എന്ന് പറയുന്ന അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നിങ്ങൾക്ക് ആർക്കും വലിയൊരു ഡൗട്ട് വരാൻ ചാൻസ് ഒന്നുമില്ല. ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോഴാണ് ചെറിയൊരു ഡൗട്ട് വരാൻ ചാൻസ്, ലൈക്ക് നമ്മുടെ പ്ലസ് ഈക്വൽ ടു മൈനസ് ഈക്വൽ ടു ഒക്കെ. ഞാനിവിടെ എ ഈക്വൽ ടു A+5 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഈ എ എന്ന് പറയുന്ന വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എയിനോട് 5 കൂട്ടി, എ ഇവിടെ 10 ആണ്, 10നോട് നമ്മൾ 5 കൂട്ടി, അതിനെ തിരിച്ച് നമ്മൾ എയിലേക്ക് തന്നെ അസൈൻ ചെയ്യാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എ ഈക്വൽ ടു A+5 എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്. നമുക്കിതൊന്ന് ജസ്റ്റ് console.log ചെയ്ത് നോക്കാം. നമുക്കിവിടെ എന്താ 15 കിട്ടുന്നുണ്ട്. വലിയ സർപ്രൈസ് ഒന്നുമില്ല. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ പ്ലസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ ചെയ്യുന്നത്. ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് എ പ്ലസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. നമുക്കിവിടെ കാണാം 15 പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് ബാക്കി എല്ലാ ഓപ്പറേറ്ററും ചെയ്യുന്ന കാര്യം. ഇതിപ്പോൾ മൈനസ് ഈക്വൽ ടു ആണെങ്കിൽ ഞാനിവിടെ മൈനസ് ഈക്വൽ ടു കൊടുക്കുന്നു. നമ്മളൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 5 കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ എ ഈക്വൽ ടു A-5 ഇതാണ് ബേസിക്കലി ചെയ്തത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഈ സാധനം യൂസ് ചെയ്യാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ തൽക്കാലത്തേക്ക് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ ഒരു സിൻറ്റാക്സ് യൂസ് ചെയ്താൽ മതി. അതായത് എ ഈക്വൽ ടു A-5, എ ഈക്വൽ ടു A+5 ഇങ്ങനെയുള്ള സിൻറ്റാക്സ് നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഏകദേശം സെറ്റായി വന്നെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതിനെ കൊണ്ട് വലിയൊരു യൂസ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ സിൻറ്റാക്സ് കുറച്ച് ചെറുതാക്കുക, അത്ര മാത്രമേ ഉള്ളൂ. വേറെ വലിയ യൂസ് ഒന്നും ഇതിനെ കൊണ്ടില്ല. ഫംഗ്ഷനാലിറ്റി എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, മാക്സിമം നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യുക. എ ഈക്വൽ ടു A-5, എ ഈക്വൽ ടു A×5 ഇങ്ങനെ. അല്ലാണ്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് A*5 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. തൽക്കാലത്തേക്ക് നമുക്ക് ബേസിക്സേ ആവശ്യമുള്ളൂ. നമുക്കിത് തന്നെ അധികമാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ കാര്യമുള്ളൂ. നമുക്ക് അടുത്തതായിട്ട് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നോക്കാം. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഞാനിവിടെ ആദ്യം തന്നെ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാണ്. ലെറ്റ് എ, അതിൽ ഞാനൊരു വാല്യൂ കൊടുക്കുന്നു. ലെറ്റ് ബി, ഇതിലും ഞാൻ സെയിം വാല്യൂ തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ പറയാൻ കുറച്ചും കൂടി സിമ്പിളായിരിക്കും. നമ്മുടെ സ്ഥിരം console.log എടുത്തിട്ട് ഞാൻ ആദ്യത്തെ വേരിയബിൾ കൊടുത്തു. അതിനെ എനിക്ക് രണ്ടാമത്തെ വേരിയബിളുമായിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, ഞാൻ ഈക്വൽ ടു ഇട്ടു, രണ്ടാമത്തെ വേരിയബിൾ കൊടുത്തു. നമുക്കിവിടെ വേരിയബിൾ തന്നെ കൊടുക്കണം നിർബന്ധമില്ല. ഡയറക്റ്റ് നമുക്ക് വാല്യൂ കൊടുത്താലും സംഭവം നടക്കും. ഓക്കെ, ഞാനിവിടെ എ ഈക്വൽ ടു ബി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എന്താണ്, നമുക്ക് എന്താണ് പ്രിൻറ്റ് ചെയ്ത് കിട്ടുക, അത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിത് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ട്രൂ ആണ് കിട്ടുന്നത്. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് 2 വാല്യൂസിനെ കമ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് തരുന്നത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് വേറെ ഒരു കമ്പാരിസൺ ഓപ്പറേറ്ററും കൂടി യൂസ് ചെയ്ത് നോക്കാം. ഞാനിവിടെ നോട്ട് ഈക്വൽ ടു എന്നുള്ളൊരു ഓപ്പറേറ്ററാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് നോട്ട് ഈക്വൽ ടുവിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പാരിസൺ ഓപ്പറേറ്റർ. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ കാണാൻ പറ്റും ആദ്യത്തെ console.log നമുക്ക് ട്രൂ തരുന്നുണ്ട്. രണ്ടാമത്തെ നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് എന്താ തരുന്നത്? ഫോൾസാണ് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ നമ്മുടെ 2 വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും നമുക്ക് സെയിം ആണ്. നമ്മളിവിടെ എന്താ കമ്പയർ ചെയ്യുന്നത്? ആ 2 വാല്യൂസും സെയിം ആണോ, ഈക്വൽ ആണോ എന്നുള്ളതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ട്രൂ കിട്ടി. ഇവിടെ നമ്മൾ എന്താ കമ്പയർ ചെയ്യുന്നത്? 2 വാല്യൂസും ഈക്വൽ അല്ല എന്നുള്ള കേസാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എയും ബിയും നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും രണ്ടും ഈക്വൽ ആണ്, രണ്ടും 10 ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ? നമ്മളിതിനൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുക. എ നോട്ട് ഈക്വൽ ടു ബി. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ എന്തായി? ഫോൾസ് ആയി. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല. ഓക്കെ, തെറ്റാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് വന്നു? ഫോൾസ് വന്നു. ഇതാണ് നമ്മുടെ കമ്പാരിസൺ ഓപ്പറേറ്ററിൻ്റെ എന്താ പറയുക, ഒരു ബിഹേവിയർ. അപ്പോൾ ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു കേസും കൂടി എടുക്കാം. ഞാനിവിടെ ബീൻ്റെ വാല്യൂ 5 ആക്കി.
ഇപ്പം നമുക്കിവിടെ എന്താ സംഭവിച്ചത്? ഇത് രണ്ടും ഇപ്പോൾ ഡിഫറൻ്റ് ആണ്. സോ നമുക്കറിയാം ഇത് ചെക്ക് ചെയ്യുന്നത് എന്താ, ഡബിൾ ഈക്വൽ ടു ചെക്ക് ചെയ്യുന്നത് രണ്ടും സെയിം ആണോ എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ, രണ്ടും ഡിഫറൻ്റ് ആണ്. സോ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം നമുക്കിത്. സോ നമുക്ക് ഇപ്രാവശ്യം ഒന്നാമത്തെ കൺസോൾ ഡോട്ട് ലോഗ് നമുക്ക് ഫോൾസ് തന്നു, രണ്ടാമത്തെ നമുക്ക് ട്രൂ ആണ് തരുന്നത്. നേരെ തിരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആദ്യം തന്നെ എയും ബിയും ഈക്വൽ ആണെന്ന് നോക്കി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ, എ ഈക്വൽ ടു ബി. അപ്പോൾ ഇത് രണ്ടും സെയിം അല്ല, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫോൾസ് കിട്ടി. സോ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ, എ നോട്ട് ഈക്വൽ ടു ബി. എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറയുന്ന കാര്യം ശരിയാണ്, കാരണം എയും ബിയും സെയിം അല്ല, രണ്ടും ഡിഫറൻ്റാണ്. സോ നമുക്കിവിടെ എന്ത് കിട്ടി, ട്രൂ കിട്ടി. ഇതാണ് നമ്മുടെ കമ്പാരിസൺ ഓപ്പറേറ്ററിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ. സോ നമുക്ക് വേറൊരു ഓപ്പറേറ്ററും കൂടി യൂസ് ചെയ്യാം. നമുക്കിവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളൊരു ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഞാനിവിടെ ഈക്വൽ ടു മാറ്റിയിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇത് കൊടുക്കുന്നു. താഴെ തന്നെ ഞാൻ റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രൂ കിട്ടുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എൻ്റെ വാല്യൂ ബീനേക്കാളും വലുതാണോ ഓർ ഈക്വൽ ആണോ. ഈ രണ്ടിൽ ഏത് കേസ് വന്നാലും നമുക്കിവിടെ എന്ത് വരും, ട്രൂ കിട്ടും. സോ നമുക്കിവിടെ കാണാൻ പറ്റും എ 10 ബി 5. അപ്പോൾ ഇവിടെ നമുക്ക് എ ഗ്രേറ്റർ ദാൻ ബി ആണ്. സോ ഞാനിവിടെ ബീനെ വീണ്ടും 10 കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് എന്ത് കിട്ടും, ട്രൂ കിട്ടും. കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഈക്വൽ ടു ഉണ്ട്. ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ അല്ല, പക്ഷേ ഈക്വൽ ടു ആണ്. ഇനി ഞാൻ എൻ്റെ വാല്യൂ ഒരു 5 എന്ന് വെച്ചോ, എൻ്റെ വാല്യൂ ഞാൻ ചെറുതാക്കി. ഇപ്പം നമുക്ക് ഫാൾസ് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇത് ഈക്വൽ ടു അല്ല, എ ഗ്രേറ്റർ ദാനും അല്ല, അതായത് എ വലുതും അല്ല, എ ഈക്വൽ ടു ബിയും അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിൽ നോക്കേണ്ട ഒരു കാര്യം, അതായത് എക്സ്പെഷ്യലി ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ട്രിപ്പിൾ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ ഓപ്പറേറ്റർ ഉണ്ട്. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ട്രിപ്പിൾ ഈക്വൽ ടു. അപ്പോൾ ഈ ട്രിപ്പിൾ ഈക്വൽ ടു ആണ് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളത്. ബാക്കി ലാംഗ്വേജിൽ ട്രിപ്പിൾ ഈക്വൽ ടു യൂസ് ചെയ്യാറില്ല. സോ നമുക്ക് അതൊന്ന് നോക്കാം. അത് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഞാനിവിടെ ട്രിപ്പിൾ ഈക്വൽ ടു കൊടുത്തു. പിന്നെ ഒരു ഡബിൾ ഈക്വൽ ടു കൂടി നമുക്ക് നോക്കാം. രണ്ടിനും ബിഹേവിയർ നമ്മൾ സെപ്പറേറ്റ് നോക്കാം. ഓക്കെ, ഞാനിവിടെ രണ്ടിനും സെയിം വാല്യൂ ആക്കി. ഇനി നമ്മളിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ട്രൂ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, പിന്നെ എന്തിനാണ് രണ്ട് സാധനങ്ങളെന്ന്. അതായത് നമുക്ക് ഡബിൾ ഈക്വൽ ടുവിലും ട്രൂ കിട്ടുന്നുണ്ട്, ട്രിപ്പിൾ ഈക്വൽ ടു കൊടുത്താലും ട്രൂ കിട്ടുന്നുണ്ട്. പിന്നെ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യം എന്താണെന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും. അതിന് ഒരു കാരണമുണ്ട്. നമ്മൾ ഇതിലേതെങ്കിലും ഒരു വാല്യൂവിനെ സ്ട്രിങ് ആക്കി എന്ന് വിചാരിച്ചോ. ഇനി നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുക? സോ ഒന്ന് സ്ട്രിങ് ആണ്, മറ്റൊന്ന് നമ്പറാണ്. എന്തായാലും ഇത് ഈക്വൽ ടു അല്ലല്ലോ, രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ്. ഒരിക്കലും രണ്ടും സെയിം ആവാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമ്മളിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ കാണാൻ പറ്റും ഒന്നാമത്തത് ഫോൾസ് ആണ്. ഒബ്വിയസ്ലി രണ്ടും സെയിം അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൾസ് തന്നെയാണ് കിട്ടേണ്ടത്. പക്ഷേ രണ്ടാമത്തിൽ നമുക്ക് ട്രൂ കിട്ടുന്നുണ്ട്. ഡബിൾ ഈക്വൽ ടു നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും സെയിം ആണെന്നാണ് അത് പറയുന്നത്, പക്ഷേ ഇത് രണ്ടും സെയിം അല്ല. നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ കോഡ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ട്രിപ്പിൾ ഈക്വൽ ടു ആണ് യൂസ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വാല്യൂ ചെക്ക് ചെയ്തു, നമുക്ക് എന്തായാലും നമ്പർ വെച്ചിട്ട് തന്നെ കമ്പയർ ചെയ്യണം. അല്ലാണ്ട് നമ്മൾ അതിനെ പിടിച്ചിട്ട് സ്ട്രിങ് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അത് നമുക്ക് ചില സമയത്ത് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ജാവാസ്ക്രിപ്റ്റിൽ വാല്യൂസ് സെയിം ആണോ എന്ന് നോക്കാൻ ട്രിപ്പിൾ ഈക്വൽ ടു യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ നമുക്ക് നോട്ട് ഈക്വൽ ടുൻ്റെ കേസിലും ഇത് വരും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ നോട്ട് ഈക്വൽ ടു കൊടുത്തു. ഇത് ഞാൻ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുന്നു, കമൻറ്റ് ഔട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് നമുക്കിതിനെ ഫുള്ളായിട്ട് അങ്ങ് റിമൂവ് ചെയ്യാം. ഓക്കെ, റിമൂവ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന കാര്യം നമുക്കിവിടെ ഫോൾസ് ആണ്. അതായത് ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് ഈ സാധനം പറയുന്നത്, പക്ഷേ ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നോട്ടും പിന്നെ രണ്ട് ഈക്വൽ ടു ഈ ഒരു ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കാണാൻ പറ്റും താഴെ നമുക്ക് ട്രൂ വരുന്നുണ്ട്, മേലെ ഫോൾസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിൽ നോക്കാനുള്ളത്. ബാക്കിയൊക്കെ ഉണ്ട്, നമുക്കിവിടെ ലെസ് ദാൻ ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, അങ്ങനെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഏകദേശം സിമിലർ തന്നെയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ബാക്കിയൊക്കെ യൂസ് ചെയ്തിട്ട് ലെസ് ദാൻ യൂസ് ചെയ്യുക, ഗ്രേറ്റർ ദാൻ യൂസ് ചെയ്യുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു യൂസ് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മളിതിൽ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ക്ലിയർ ആയില്ല, കറക്റ്റായിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കാരണം നമ്മൾ വരുന്ന വീഡിയോസിൽ ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പറേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും, വലിയ സീനൊന്നുമില്ല. സോ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, അത്രേ ആവശ്യമുള്ളൂ. വരുന്ന വീഡിയോസിൽ നമ്മൾ ഈഫും വൈലും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കാറുണ്ട്. അതിലൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സാധനങ്ങളൊക്കെ സെറ്റാവും, വേറെ സീനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ സേഫ്, സ്റ്റേ ബ്ലെസ്ഡ്. ഓക്കെ, ബൈ.